വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി എടുത്ത് ഇപ്പോൾ സമയം ഏതാണ്ട് 7:15 നമ്മൾ നേരെ പാരീസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അണ്ണാസാരി എത്തി, ജെന്നി ബ്രിഡ്ജ് എത്തിയിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തി തുടങ്ങി. അങ്ങനെ ഇത് കാണുന്നതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇത് പഴയ കോർപ്പറേഷൻ ഓഫീസ്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയ കോർപ്പറേഷൻ ഓഫീസാണ് ഇത്. അപ്പോൾ പുള്ളിയല്ല, ചെന്നൈ സിറ്റി കോർപ്പറേഷൻ ഓഫീസ്. അപ്പോൾ നമ്മളിത് ആദ്യത്തെ ലോഡ് കയറ്റാനായിട്ട് നമ്മൾ എഗ്മോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ലോഡ് നമുക്ക് എഗ്മോറിൽ നിന്ന് ടി നഗറിലേക്കാണ്. അപ്പോൾ ഇതേ നമ്മൾ ലോഡൊക്കെ കയറ്റി ടി നഗർ പാണ്ടി ബസാറിലേക്ക് നമ്മൾ ലോഡ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു 11 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ടി നഗറിലേക്ക്. അപ്പോൾ ടി നഗറിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഏതാണ്ട് നുങ്കമ്പാക്കത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നുങ്കമ്പാക്കമാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ടി നഗറിൻ്റെ അണ്ണാസാലയുടെ അടുത്തൊക്കെ എത്തി. നമ്മൾ ഇനി ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മൾ വല്ലൂർ കോട്ടം വഴി നമ്മൾ ടി നഗറിലേക്ക് പോകും. അവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് സമയം 8:45 ആവാറായിട്ടോ. നല്ല തിരക്കൊക്കെ ആയി തുടങ്ങി. അവിടെ ടി നഗർ ഏതാണ്ട് നമ്മൾ ഇറക്കേണ്ട ലൊക്കേഷൻ്റെ തൊട്ടടുത്തൊക്കെ എത്തി. അപ്പോൾ നമുക്ക് അത് ഇറക്കേണ്ട ജോലി നോക്കാം. അപ്പോൾ അവർ ഇറക്കും. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇറക്കാൻ ഇനി 1 കിലോമീറ്ററുള്ളൂ. അപ്പോൾ അത് ഇറക്കിയിട്ട് ഇനി അടുത്ത ലോഡ് കയറ്റുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി ഈ കട്ടാങ്ങളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ കട്ടാങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കട്ടാങ്ങളിലാണ് നമ്മൾ അടുത്ത ലോഡ് കയറ്റുന്നത്. ഈ കട്ടാങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ അടുത്ത ലോഡൊക്കെ കയറ്റി നമ്മൾ നേരെ പോകുന്ന സെങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് തിരുവല്ലൂർ ഭാഗത്താണ് സെങ്കാട് എന്ന് പറയുന്നത്. ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു 46 കിലോമീറ്ററോളം ഉണ്ട് അവിടേക്ക് എത്താൻ. അപ്പോൾ നമ്മളിത് പൂന്തമല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ പൂന്തമല്ലി ഒരു ഫ്ലൈ ഓവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പാരിവാക്കം കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയും ഒരു 25 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെട്ടിപ്പേട് തിരുമഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇ വി പിയുടെ അടുത്തേക്ക് എത്താറായി. നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇരിക്കാട്ട് റോഡിലേക്ക് നമുക്ക് എൻട്രി ആവണം. അപ്പോൾ നമ്മൾ ഇരിക്കാട്ട് റോഡിലേക്ക് എൻട്രി ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കമ്പനി എന്താണെന്ന് വെച്ചാൽ ലിക്കർ കമ്പനീസാണ്, മദ്യം ഉണ്ടാക്കുന്ന കമ്പനി. അപ്പോൾ നമ്മളത് വളർപുറം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. വളർപുറം അങ്ങനെ അത് കിടന്നു. അപ്പോൾ നമ്മൾ മണ്ണൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു 11 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. അപ്പോൾ നമ്മൾ ഈ റോഡ് എപ്പോഴും തിരക്ക് കുറവായിരിക്കും. പക്ഷേ 2 കൊല്ലം മുമ്പാട് ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ റോഡാണ്. അപ്പോൾ നമ്മൾ തിരുവള്ളൂർ റോഡിലേക്ക് തിരിയാണ്. ഇത് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ തിരുവള്ളൂർ, അപ്പുറത്ത് നേരെ പോയി കഴിഞ്ഞാൽ ശ്രീപുറത്ത്. അപ്പോൾ നമ്മൾ തിരുവള്ളൂർ റോഡിലേക്ക് തിരിഞ്ഞു. ഇനി ഒരു 4.5 കിലോമീറ്റർ കൂടിയാണ് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക്. അപ്പോൾ നമ്മൾ ഇറക്കാം. ഫോണിൻ്റെ ടൈം ആയി തുടങ്ങി. അപ്പോൾ കമ്പനിയുടെ അടുത്തൊക്കെ ഏതാണ്ട് എത്താറായി ഗൈസ്. ഈ കമ്പനിയുടെ നൂലാമലകൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ കമ്പനിയുടെ നൂലാമലകളൊക്കെ എന്താണെന്ന് അറിയണം. അപ്പോൾ ഗൈസ് നമ്മൾ ആ ലോഡ് ഇറക്കി വേറെ ലോഡ് കയറ്റി നമ്മൾ ഇവിടുന്ന് പടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണോ. അതൊക്കെ തിരുവല്ലൂർ കഴിഞ്ഞിട്ടാണ്. 27 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് ഒരു എന്തോ കെമിക്കലാണ് കയറ്റിയിട്ടുള്ളത് ചാക്കിൽ. അപ്പോൾ 27 കിലോമീറ്റർ ഉണ്ട്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡും നല്ല മരങ്ങളാണ്, നല്ല ആർച്ച് പോലെ നിൽക്കുന്ന മരങ്ങൾ. അത് കാരണം തന്നെ ഈ വഴിക്ക് വരെ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ പൊടിച്ചോടിച്ച് തിരുവല്ലൂർ എത്തി. ഇനി തിരുവല്ലൂരിൽ നിന്ന് നമ്മൾ പടൂർ വഴിക്കുമ്പോൾ റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ റെഡ് ഹിൽസ് പോവാം ആ വഴി. അപ്പോൾ നമ്മൾ നേരെ തിരുവല്ലൂർ ഭാഗത്തേക്ക് നമ്മൾ വന്നു. തിരുവല്ലൂർ ഹൈക്കോർട്ടാണ് അത്. അപ്പോൾ ഇനി ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രം. ഒരു കോളേജിലാണ് ഇറക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ആ ലോഡ് ഇറക്കി അടുത്ത ലോഡ് കയറ്റി നമ്മൾ ഇവിടെ അടുത്ത് തന്നെ തിരുവല്ലൂരിൽ തന്നെയാണ് ഇതിൻ്റെ ഡ്രോപ്പ്, അടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ലോഡ് അവിടെ ഇറക്കി നമ്മളിതേ ഗായ്സ് വേറെ ലോഡ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒതുക്കിയിടാൻ പോവാണ്.
അങ്ങനെ സന്ധ്യയായി തുടങ്ങി. നമ്മൾക്ക് അടുത്ത ലോഡ് കിട്ടി. അടുത്ത ലോഡ് ഇവിടെ തിരുവല്ലൂരിൽ നിന്ന് 8 കിലോമീറ്റർ പോയിട്ട് വേണം നമുക്ക് സാധനം എടുക്കാൻ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് മധുരവായിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. ഞാൻ ലോഡൊന്നും ഇതെടുത്തില്ല കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ലോഡൊക്കെ ഇറക്കി നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ എത്താറായി. അപ്പോൾ ഇത് വൈൻഡ് അപ്പിൻ്റെ ടൈമാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. So stay. Hope you guys are enjoy the today's vlog and see you on next vlog. Till then, bye bye.